ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? നമ്മളിപ്പം ഗോവയിലാണ്, മഡ്ഗാവിലാണുള്ളത്. നമ്മുടെ തിരുവനന്തപുരം നിസാമുദ്ദീൻ ട്രെയിനിൽ എറണാകുളത്ത് നിന്നും ഡൽഹി വരെ പോകുന്ന നമ്മുടെ യാത്രയുടെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ട്രെയിൻ ഒരു അരമണിക്കൂർ നേരത്തെ നമ്മുടെ ഗോവ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് നിർത്തി ഞങ്ങൾ റെയിൽ ഫാനിങ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളുടെ രാജധാനി യാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ലോക്കോ പാൻഡോഗ്രാഫൊക്കെ താത്ത് എന്താ ഇവർ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ലോക്കോ ഓഫാക്കി. എന്തിനായിരിക്കും ഇവർ ഓഫാക്കിയത് അറിയത്തില്ല. ഇവർക്ക് ചിലപ്പോൾ ലോക്കോ മാറ്റാനോ എന്തെങ്കിലും പരിപാടികളുണ്ടാവും. ഇത് തുഗ്ലക്കാബാദിൻ്റെ ലോക്കോ തിരുവനന്തപുരം മുതൽ നിസാമുദ്ദീൻ വരെ ഈ ഒരു ഒറ്റ ലോക്കോയിലാണ് ഇവർ ഈ ട്രെയിൻ ഓടിക്കുക. കണ്ടോ, ഓണാവുന്ന കണ്ടോ ലോക്കോ ഓണാവുന്ന കണ്ടോ. പേടിക്കണ്ട, ലോക്കോ ഓണായ സൗണ്ടാണ് കണ്ടോ. ഇങ്ങനെയാണ് ലോക്കോ ഓണാവുന്നത് കണ്ടോ. നീ എവിടെ പോവാ? കോച്ചിലോ? മതിയായോ നിനക്ക്? പുറത്തേക്ക് ഇറങ്ങണ്ടേ നീ? വേണ്ടേ, അകത്ത് കയറി ഇരുന്നാൽ മതിയോ? ഒരു ട്രെയിൻ ഭ്രാന്തൻ ഇവൻ്റെ അപ്പപ്പായും അതായത് അബിയും. ഇത് രണ്ടും ഒരു മരത്തിന്റെ അപ്പുറം പിടിച്ച് കെട്ടിയിടാവുന്ന 2 ഐറ്റങ്ങളാണ് രണ്ടും. അങ്ങനെ നമ്മുടെ രാജധാനി എക്സ്പ്രസ് സെക്കൻഡ് ഡേ മഡ്ഗാവ് ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഗോവൻ ഗ്രാമങ്ങളിലൂടെ ഗോവൻ ഗ്രാമങ്ങളിലൂടെ നമ്മുടെ രാജധാനി എക്സ്പ്രസ് എഴഞ്ഞെഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് അത് നിന്റെ ഗ്ലാസ്സിലാ ജിജി, അല്ലാതെ ആ ട്രെയിനിലല്ല ജിജി. നമ്മുടെ ട്രെയിനിന്റെ ഗ്ലാസ്സിലാണ് ജിജി. അതെന്ത് സാധനമോ WDB? എനിക്കറിയത്തില്ല WDB എന്തൊക്കെയാ പറയുന്നത്. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നമ്മള് കുളിച്ച് വൃത്തിയായി വന്ന് ഡ്രസ്സൊക്കെ മാറിയാന്ന്. അല്ല, കുളിച്ചില്ല, കുളിക്കാതെ ഡ്രസ്സ് മാറി കുളിച്ച പോലെ ആയിരിക്കുക. ഇത് വേറെ യൂണിവേഴ്സിലാണ് ഗൈസ്. അത് വേറെ അതിന് രാത്രി വരെ ഇവിടെ നോൺ സ്റ്റോപ്പ് ഇതായിരിക്കും. ഒരു 2 മിനിറ്റ്സ് എന്തൊക്കെയാണോ പറയുന്നത് ആർക്കറിയാം. WDG4 ട്വിൻസ് ആണെന്ന്. ഒന്ന് മിണ്ടാണ്ടിരിക്കുവോ 2 മിനിറ്റ് പ്ലീസ്? 2 മിനിറ്റ്സ്. ഒരു 2 മിനിറ്റ്സ് മിണ്ടാണ്ട്. ശരിയാണ് പറഞ്ഞത്. അതിന് ട്വിൻസ് ആടി ലോക്കോ. ഇതെങ്ങനെയാണ് ഇതൊക്കെ നിനക്ക് അറിയാവുന്നത്? എനിക്ക് പോലും അറിയത്തില്ലല്ലോ ഇതൊക്കെ എന്നാ പരിപാടിയെന്ന്. ഇത് കണ്ട, അതിന് ശരിയാവും പറഞ്ഞത്. WD എന്തോ ഏത് സാധനം 2 ട്വിൻ ലോക്കോ ഉണ്ട്. അത് കണ്ട, അടിപൊളി. ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ട്രെയിനിലെ ടോയ്ലറ്റ് എന്ന് പറയുന്നത്, ടോയ്ലറ്റ് അല്ല, ബാത്റൂം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും രാജധാനിയിൽ ഫസ്റ്റ് AC കുളിമുറിയുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ശേഷം മുമ്പേ ആ കുളിമുറി പോയതാ. ആ കുളിമുറിയിൽ ആരാണ്ട് കുളിക്കാൻ പോയിട്ട് അതിനകത്ത് മൂത്രം ഒഴിച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഭയങ്കര മൂത്രത്തിൻ്റെ വാടയുള്ള കുളിമുറി. അതുകൊണ്ട് ശേഷ ആ വഴിക്ക് പോയില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പോയി കാണിച്ചു തരാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. പെർഫ്യൂം ഉണ്ടോ? താങ്ക് യു. ഇത് കണ്ടോ, ഇവിടെ നോക്കി, ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ മൊത്തം വെള്ളം. എന്റെ ദൈവം, ഇതെന്തോ പറയും ഇത്? 2 സൈഡിലും വെള്ളമാണോ? അകത്ത് പോയേ ചെരുപ്പിട്ടിട്ട് വന്നേ. അവർ രാവിലെ 7 മണിയായപ്പോ വന്ന് ഞങ്ങളെ ചായ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചെണീപ്പിച്ചായിരുന്നു. പിന്നെ ചായയും കൊണ്ടുവന്നില്ല. എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മതിയല്ലേ പറഞ്ഞായിരുന്നല്ലേ. ഇയാളാ വിളിക്കേ. എന്തോ പരിപാടി ഇവിടെ? അകത്ത് പോ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരുത്. ഇവിടെ നിൽക്കാം, അത്രേ ഉള്ളൂ കേട്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടും പോരുത് കേട്ടാ. അവിടെ പട്ടിയുണ്ട്. പട്ടി വന്ന് കടിക്കുന്നത്. വീണ്ടും നദി ഉണ്ടോ? ഇവിടെ എല്ലാം റിവറാണ്. ഫസ്റ്റ് AC പട്ടിനെയും കൊണ്ട് പോകാൻ പറ്റും. ക്യാബിൻ ഫുള്ള് ബുക്ക് ചെയ്യണം. അങ്ങനെ എന്തോ പിന്നെ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. ഇതിനകത്ത് 2 ഡോഗ്സ് ഉണ്ട്. 2 ആൾക്കാർ ഡോഗ് സൈഡിൽ കയറിയിട്ടുണ്ട്. അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞാലേ കൊണ്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഫസ്റ്റ് AC മാത്രമേ പറ്റുള്ളൂ. ഈ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലും ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് AC ടിക്കറ്റിൻ്റെ റേറ്റ് ഉണ്ടെങ്കിൽ വിമാനത്തിൽ പോകാം, ഫ്ലൈറ്റിൽ പോകാം. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 8,500 രൂപയല്ലേ ഒരാൾക്ക് കൊടുത്തിരിക്കുന്നത് പെർ ഹെഡ്. ഫുഡ് ഇൻക്ലൂഡഡ് ആണ് 3 നേരം എന്ന് പറഞ്ഞാലും 2 ദിവസം 10-40 മണിക്കൂർ ഇരിക്കണ്ടേ. റിവർ നോക്കി, അടിപൊളി റിവർ. വാ, ഷിപ്പോ? അവിടെ മറ്റേ അയണോറ് കൊണ്ടുപോകുന്ന ഷിപ്പൊക്കെ ഉണ്ട്. ഇത് രസം നോക്ക്. വലിയ വലിയ നദികളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരിക്കും നമുക്കിനി അങ്ങോട്ട് ഈ ഒരു കൊങ്കൺ റീജിയൻ കാണാനായിട്ട്. അടിപൊളി. ഏതൊക്കെയോ വലിയ പാലത്തെ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ നോക്കി. എൻ്റെ പൊന്നെ, പല സ്ഥലത്തും മഴയുണ്ട്.
പുറത്തിപ്പോ ഭയങ്കര മഴ. ഈ മൺസൂൺ സമയത്ത് ഈ ഒരു കൊങ്കൺ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ്. ഇങ്ങനെ ഈ പച്ചപ്പിനിടയ്ക്കൂടെ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഋഷിക്ക് എന്താ വേണ്ടേ? ഇഡ്ഡലിയോ? ഋഷിക്ക് ഇഡ്ഡലി മതിയോ? വെജ് കട്ട്ലറ്റാ. അത് വെജില് ഞാൻ ഇഡ്ഡലി വാങ്ങിച്ച എന്ത് നന്നായി. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കട്ട്ലറ്റ് കഴിച്ചോണ്ട് ഋഷി ഇരിക്കുവാടാ. അതെ, ഇത് എന്ത് ചോദിച്ചാന്ന് വെച്ച് കഴിഞ്ഞാല് മാനിയ ഗോൾഡ്. ഇത് ഏതൊക്കെയോ ചാത്തം ബ്രാൻഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പേര് കേട്ടുപോലും ഇല്ലാത്ത ഏതൊക്കെയോ ബ്രാൻഡുകളുടെ സാധനങ്ങളാണ് ഇവര് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇതിനകത്ത്. അല്ല, വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഈ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഈ കേറ്ററിംഗുകാർ ചെയ്യുന്ന പരിപാടിയാണ്. ഇത് വെർക്ക ബട്ടർ. ഇത് എന്ത് കോൺഫ്ലേക്സ് ആണ്? ഇത് പാക്കറ്റ് കണ്ടാലേ മതി. എനിക്ക് 8 AM കോൺഫ്ലേക്സ് ആ പാക്കറ്റ് നോക്കി. പിന്നെ ടോപ്സ് മിക്സഡ് ഫ്രൂട്ട് ജാം. പിന്നെ ഇത് ചായപ്പൊടിയാണോ? റോയൽ കപ്പ് ടീ ബാഗ്. പിന്നെ ഇതെന്താ സംഭവം? ബ്രെഡ്, പെർഫെക്റ്റ് ഹൈ ഫൈബർ ബ്രൗൺ ബ്രെഡ്. അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇത് ഓംലെറ്റ് ചൂടുണ്ട്. ഇതാണ് ശ്വേതയുടെ വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. 2 കട്ട്ലറ്റും പിന്നെ കുറച്ച് വെജിറ്റബിൾസ് പുഴുങ്ങിയത്. നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിൽ കയറിയിരിക്കുകയാണ്. തിവിം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനെത്തി. ആരും ഉണ്ടാവില്ല ഇവിടെയൊക്കെ. അങ്ങനെയാണ്. നമ്മൾ നേരത്തെ കണ്ട തിവിം ഗോവയിലായിരുന്നു കേട്ടോ. നമ്മളിപ്പോഴാണ് മഹാരാഷ്ട്രയുടെ ഒരു അതിർത്തി കടന്ന് കയറിയത്. ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും മഹാരാഷ്ട്ര ഫ്ലഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് മഹാരാഷ്ട്രയിൽ പല സ്ഥലത്തും മൺസൂൺ അതിഭയങ്കരമായിട്ട് ഫ്ലഡും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇപ്പോഴും ഇവിടെ മഴയും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര മഴയാണ് പല സ്ഥലത്തും. ആ ഒരു പച്ചപ്പ് ശരിക്കും ലിറ്ററലി നമുക്ക് ഈ ഒരു യാത്രയിൽ ഫീൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ കൊങ്കണിലെ ചെറിയ ചെറിയ കുഞ്ഞു റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ഭയങ്കര ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ്. കൊങ്കൺ റൂട്ടിൽ മഴക്കാലത്ത് യാത്ര ചെയ്യണം. അതാണ് ഭയങ്കര രസം. അതും പകലൊക്കെ ട്രാവൽ ചെയ്യണം. പകൽ ഈ ഭാഗം അതാണ് ശരിക്കും ഉടുപ്പി മുതൽ പനവേലി വരെയുള്ള ഭാഗം പകൽ യാത്ര ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ സമയത്ത് യാത്ര ചെയ്യുന്ന ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു ക്യാൻ സീ അമേസിങ് വിഷ്വൽസ്. ഞങ്ങളിവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാനിവിടെ കുറച്ച് പണി പിന്നെ ശ്വേത അവിടെ ഋഷിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല രസമുണ്ട്. മഴയാണ്. കണ്ടോ, സ്വിറ്റ്സർലാൻഡ് പോലെ ഉണ്ട്. നോക്കി എന്ത് ഭംഗിയാണ് ഈ ഗ്രീൻ ഫീൽഡ്. ശരിക്കും സ്വിറ്റ്സർലാൻഡിലെ പോലെ തന്നെ അല്ലെ നമ്മൾ UK ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന പോലെ. അതേപോലെ എന്ത് രസമാണ്. ഇത് ഈ മൺസൂണിലാണ് കേട്ടോ ഈ മഹാരാഷ്ട്ര ഇത്രയും ഭംഗിയോടുകൂടെ നിൽക്കുന്നത്. ഇവിടെയൊക്കെ വന്ന് ഡ്രോൺ പറത്തിയായിരുന്ന പൊളിയായിരുന്നു. ഗംഭീര സംഭവം കിട്ടിയായിരുന്നു. അടിപൊളി. ഈ ഒരു ഗ്രീൻ ഫീൽഡിൻ്റെ ഇടയ്ക്കൂടെ ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്ത് ട്രെയിനൊക്കെ പോകുന്ന വിഷ്വലൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ സംഭവം പൊളിച്ചു തന്നെ. അടിപൊളി വിഷ്വൽ. ഏതോ ഒരു ട്രെയിൻ പോകുന്നു. ക്രോസിംഗ്. ഇത് ഏതോ ഒരു ട്രെയിനാ. ഏതാണെന്നറിയില്ല. പഴയ ട്രെയിനാണ്. നമ്മുടെ ട്രെയിൻ ഇവിടെ ഇത്ര നേരം ഒരു ടണലിനകത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ടണലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എത്ര നേരം എന്നറിയാം. ഒരു 10-20 മിനിറ്റ് ടണലിനകത്ത്. വാട്ടർഫോളൊക്കെ ഉണ്ടല്ലേ? വാട്ടർഫോളൊക്കെ ഉണ്ട് ഗൈസ്. ഭയങ്കര രസമാട്ടോ ഇത്. നമ്മുടെ ട്രെയിനെ ഇവിടെ വില്ലവാഡെ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ കൊണ്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. വിൽവടെ. ഇവിടെ മൊത്തം ടണലുകളുടെ കളിയാണ്. അതുകൊണ്ട് അപ്പം അവിടെ വലിയൊരു ടണലിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെയും വലിയൊരു ടണലുണ്ട്. ഫുൾ ടണലുകളുടെ കളികളാണ് മൊത്തം. ഇപ്പം ട്രെയിൻ വരും. ക്രോസിങ്ങിന് വേണ്ടി നിർത്തുക. മോനെ വന്ദേ ഭാരതാണ് ഇവിടെ ക്രോസിങ്ങിന് പിടിച്ചിട്ടത്. വന്ദേ ഭാരത് വരാൻ വേണ്ടി. അത് പൊളിച്ച്. ഈ കൊങ്കൺ റൂട്ടിലൂടെ വന്ദേ ഭാരതിൽ പോകുന്ന ഒരു പ്രത്യേക ഫീലായിരിക്കും. അത് തകർത്ത്. എന്ത് ഭംഗിയാന്ന് നോക്കിയത് വരുന്ന വരവ് കാണാൻ. അടിപൊളി. അത് പൊളിച്ച്. ശരിക്കും ഉണ്ടല്ലോ ഈ വന്ദേ ഭാരതൊക്കെ വന്നതോടുകൂടി ഈ രാജധാനിയൊക്കെ എടുത്ത് തോട്ടിലിടേണ്ട അവസ്ഥയായി. അത്രയ്ക്ക് ശോകമായി പോയി. ഋഷിയുടെ ഫേവറേറ്റ് ട്രെയിനാണ് വന്ദേ ഭാരത്. ഇതെനിക്ക് തോന്നുന്നു മറ്റേ മുംബൈയിൽ നിന്ന് ഗോവയിലേക്ക് പോകുന്ന വന്ദേ ഭാരത് ട്രെയിനാണെന്ന് തോന്നുന്നു. അത് പൊളിച്ച്. ചെറിയ ട്രെയിൻ. കുഞ്ഞു ട്രെയിൻ. അത് നോൺ സ്റ്റോപ്പാ. അടിപൊളി. ഋഷിയുടെ അത് കണ്ടാണോ? അത് ഋഷി കണ്ടോ? വന്ദേ ഭാരത് കണ്ടോ? ആണല്ലോ. ഇത് കണ്ടോ ഋഷി? ട്രെയിനിന്റെ മേളില് ട്രക്ക് കയറി പോകുന്ന കണ്ടോ?
വാവ്, ഇത് നമ്മുടെ കൊങ്കണിൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് സത്യം പറഞ്ഞാൽ. ഇതിനകത്ത് ഈ പല ഭാഗത്തുനിന്ന് ഈ കേരള കർണാടക ഭാഗത്തേക്കൊക്കെ പോകുന്ന അപ്പുറത്ത് വേറെ ട്രെയിൻ കിടപ്പുണ്ടല്ലേ. യെസ്, ഇത് ഏതോ വലിയ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. പിന്നെ ഹൗറ എറണാകുളത്തിന് ഈ വഴിക്ക് പോകുന്നത് ഒന്ന് പൊളാണ്, ചുമ്മാ ഇത് തട്ടുവാ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ് ട്രെയിനിന്റെ മുകളിൽ ലോറി കയറി പോകുന്നത്? എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. കൊങ്കൺ റൂട്ടിലൂടെ ട്രെയിൻ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാഴ്ചയാണിത്. എന്തൊക്കെയോ അടിപൊളി സ്ഥലങ്ങളാണോ ഇത്? അയ്യോ, നമ്മൾ കുറെ ഡ്രോൺ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടില്ലേ? അതുപോലത്തെ എന്തൊക്കെയോ സ്ഥലങ്ങളാണ്. എന്തോ ഒരു വയഡക്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം വെള്ളച്ചാട്ടം. അയ്യോ, വെള്ളച്ചാട്ടമാണ് ഗൈസ്. എനിക്ക് എന്തുവാടാ ഇത്? ഫുൾ കാടാണല്ലോ ഋഷി. ഇത് മൊത്തം കാടാ. ഇവിടെ മൊത്തം ടണലാണ് കേട്ടോ. ടണല് കൂടെ ടണല. 10 മിനിറ്റ് ടണലിനകത്ത് കയറിയിരിക്കുന്നത്. ഇവിടെ മൊത്തം വാട്ടർഫോൾസ്. ഈ എന്തോരം വാട്ടർഫോൾ എന്നറിയോ? ഈ ടണലുകളിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കിനും ഇവിടെ വാട്ടർഫോൾ വരും, പിന്നെയും ടണലിൽ കയറും. അങ്ങനെയാണ് പരിപാടി. ഉച്ചയ്ക്ക് സൂപ്പ് വേണോ? സൂപ്പ്. അപ്പം ഉച്ചയ്ക്ക് ഭക്ഷണ സമയമായി. സൂപ്പ് കൊണ്ട് തന്നിട്ടുണ്ട്. ഈ ഉപ്പ് അക്കുവാശിയതായിരുന്നു. താങ്ക് യു ഭയ്യ, താങ്ക് യു. 12 മണിയായിരുന്നു. സൂപ്പ് കൊണ്ട് തന്നു ഗൈസ്. അപ്പോൾ ഇത് ഇന്നലെ തന്ന പോലെ തന്നെയുള്ള ഇൻസ്റ്റൻറ്റ് ടൊമാറ്റോ ചട്പട്ട സൂപ്പ്. ഞാൻ സൂപ്പ് പ്രിപ്പയർ ചെയ്തു. ഏതാ ഇവർ ഈ ചൂടുവെള്ളമില്ലേ ഫ്ലാസ്കിൽ കൊണ്ടുവരുന്നേ, അത് ഏത് വെള്ളമൊക്കെ എടുത്തായിരിക്കും ചൂടാക്കുന്നത്? നല്ല ഐഡിയ ഉണ്ടോ? എനിക്കറിയത്തില്ല. കുടിക്കാൻ എന്തായാലും ഡെയിലി ഓരോ കുപ്പി വെള്ളം കൊണ്ട് തരുന്നുണ്ട്. എവിടത്തെ ഋഷി നമ്മള്? രത്നഗിരി എത്തിയോ? എവിടെ എവിടെ? അതെ, എന്തോ സാധനമൊക്കെ വരുന്നത്. അത് നോക്കിട്ട് പറയുക ഏതോ WDP4D ആണെന്ന്. ട്വിൻസാ? ശരിയാണല്ലോടാ, ട്വിൻസ് ആണല്ലോ. മഴയാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മള് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. എത്ര നേരം എന്ന് പറഞ്ഞാൽ അകത്തിരിക്കാനല്ലേ, മടുപ്പാവില്ലേ? രത്നഗിരി സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഭയങ്കര വാട. ഇവിടെ നല്ല അടിപൊളി വടപ്പാവ് കിട്ടും. നല്ല അടിപൊളി വടപ്പാവ് കിട്ടുന്ന സ്ഥലമാണ്. എവിടെ നോക്കട്ടെ പോയിട്ട്. ഇവിടെ എല്ലായിടത്തും വടപ്പാവ് കിട്ടും. വടപ്പാവ്, एक प्लेट वड़ापाव देना. UPI है ना? फोन पे है? कितना? हाँ, एक प्लेट. താങ്ക് യു. നല്ല ചൂട് വടാപ്പാവ്. ഈ വടാപ്പാവിൻ്റെ മേളിൽ ഇവരൊരു പൊടിയും പിന്നെ ഈ മുളകൊക്കെ തരും. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. ആ മുളക് ഇത് വെച്ച് കഴിക്കണം. നമുക്ക് ആക്ച്വലി ഇപ്പോൾ ലഞ്ച് തരാൻ സമയമായി, പക്ഷേ എന്നാലും അതിന് മുമ്പ് ഈ സാധനം ഇവിടെ കിട്ടും. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഹൈ, ഇവിടെ എന്നാ പരിപാടി? കളിയാണോ? ആഹാ, വടാപ്പാവ്. ഇങ്ങനെ വേണം വടാപ്പാവ് കഴിക്കാൻ. കണ്ടല്ലേ ഈ സാധനം, മുളക്, ഈ പരിപാടികളെല്ലാം ഉണ്ടാവണം. ആ യെസ്, പൊളിയല്ലേ, കിഴിലെ സാധനം. ഇത് ഈ പൊടിക്കാതെ മുക്കണം. ഈ പൊടിക്കാതെ മുക്കിയിട്ട് എന്ത് തേങ്ങാപ്പൊടിയാണോ അത്? പിന്നെ ആഹാ, ഇതാണ് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ബർഗർ. സൂപ്പർ, ശരിക്കും ഇന്ത്യൻ ബർഗർ അല്ലേ? അപ്പൊ നമ്മുടെ ലഞ്ച് എത്തിയിരിക്കുകയാണ്. ലഞ്ച് ചിക്കൻ കറി. അപ്പൊ എനിക്കും ഋഷിക്കും നോൺ വെജ് മീൽസ് കൊണ്ട് തന്നു, ശ്വേതയ്ക്ക് വെജ് മീൽസ് കൊണ്ട് കൊടുത്തു. ഇത് കണ്ടോളാ, വന്ദേ ഭാരത് എക്സ്പ്രസ് വെൽക്കംസ് യു. വന്ദേ ഭാരതിന്റെ മീൽ സെറ്റ് അത് അതേ പാക്കറ്റിലാണ് ഇതിനകത്താണ് കൊണ്ടുതരുന്നത്. അതെന്താ സംഭവം? രസഗുള ഉണ്ടോ ഇന്ന്? അടിപൊളി. ഇവിടെ പുറത്ത് മൊത്തം വെള്ളച്ചാട്ടമാടാ. ശരിക്കും ഇതൊക്കെ എങ്ങനെ ഈ കൊങ്കൺ ഡ്രൈവിൽ പണിതത് തന്നെ ഒരു ഭയങ്കര ഒരു സംഭവമാണ്. എന്നാലോചിച്ച് കഴിഞ്ഞാൽ അത്ര അടിപൊളിയായിട്ടാണ് സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു ദീർഘവീക്ഷണം ഇല്ലാണ്ടായിപ്പോയി. കാരണം പല സ്ഥലത്തും സിംഗിൾ ലൈനാണ് പണിതിരിക്കുന്നത്. കണ്ടോ, ഇത് കണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ ഋഷി? ഓ പൊളിച്ച്. ഇതുപോലെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം വെള്ളച്ചാട്ടങ്ങൾ കടന്നാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് തൈര്, ചിക്കൻ കറി, പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി, പിന്നെ ഇത് പരിപ്പല്ലേ ചേട്ടാ? പരിപ്പല്ലേ? ആ, ഇന്ന് പരിപ്പ് കറി. ഇന്നലെ സാമ്പാറായിരുന്നു, ഇന്ന് പരിപ്പ് കറി, പിന്നെ ചോറ്, ചപ്പാത്തി. ഇത്ര സാധനമുണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. അതിന് നമ്മൾ മറ്റേ തേങ്ങാ ചമ്മന്തി അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണം കൈ കരുതണം. അതല്ലാതെ സൗത്ത് ഇന്ത്യൻ ഫുഡൊന്നും നമുക്ക് കിട്ടില്ല. വെജ് നോൺ വെജ് ഒക്കെ നല്ല ഫുഡ്. കോക്കനട്ട് പൗഡർ ചട്നി നല്ല ടേസ്റ്റി ഫുഡാണ് തരുന്നത്. പക്ഷെ ഇവര് ആകെ പ്രശ്നം നീ കണ്ടായിരുന്നു. ഇവരത് എടുത്ത് വെച്ച് സെർവ് ചെയ്യുന്ന സ്ഥലമൊക്കെ എവിടെ അറിയാം? ആ ടോയ്ലറ്റിന്റെ മുമ്പിൽ വെച്ചാണ് ഇതെല്ലാം എടുത്ത് സെർവ് ചെയ്യുന്നത്, അതായത് പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. അതിന് പോലും മര്യാദയ്ക്ക് ഒരു സ്ഥലം, ഒരു ഓർഗനൈസ്ഡ്
ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സാധനമില്ല. സത്യം പറഞ്ഞുണ്ടല്ലോ കഷ്ടവാ. പുള്ളി ഇന്നലെ മുതൽ റബ്ഡി വിൽക്കാൻ വേണ്ടി നടക്കാണ് പുള്ളി. आज इधर रसगुल्ला है, रसगुल्ला तीन होते मैं डाटा रहा ठीक है 2 दे दो। ये 2 दे दो। പുള്ളി ഇന്നലെ മുതൽ റബ്ഡി വിൽക്കാൻ വേണ്ടി നടക്കുവാണ്. നമ്മുടെ ഇന്നലെ പറഞ്ഞു ഇന്ന് വാങ്ങിക്കാവുന്നത്, ഇന്ന് രാവിലെ വന്നപ്പോൾ പറഞ്ഞു പിന്നെ വാങ്ങിക്കാവുന്നത്, ഇന്ന് നിങ്ങൾ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് പോയാൽ മതി. എന്തല്ലേ സ്റ്റാഫൊക്കെ പാവങ്ങളാ. ആ ക്ലീൻ ചെയ്യാൻ വരുന്ന ചേട്ടനൊക്കെ എന്ത് പാവമല്ല. എല്ലാവരും ഭയങ്കര കമ്പനിയാണ്, നല്ല പാവങ്ങളാണ്. അതിനിടയ്ക്ക് ഏതോ ഒരു നദി വന്നു. മഹാരാഷ്ട്ര ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. മൺസൂൺ ടൈമില് മൺസൂൺ ടൂറിസം മഹാരാഷ്ട്രയിൽ ബെസ്റ്റാണ്, അടിപൊളിയാണ്. ഋഷിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടോ? നല്ലതാണോ? അടപ്പ് താഴെ പോയോ? എടുത്തു തരാമേ. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഒരു ചെറിയ ഉറക്കമെല്ലാം ഉറങ്ങി. ഇവിടെ ഒരാൾ ഇപ്പോഴും മേളിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ കിടന്ന് ഉറങ്ങായിരുന്നു, ഋഷി അവിടെ കിടന്ന് ഉറങ്ങായി. ഇപ്പോൾ ഉറങ്ങല്ലേടി? ഉറങ്ങാണ്. അപ്പോൾ ഇപ്പോൾ എവിടത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയുടെ ഏതോ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എണീറ്റ ഉറക്കം കഴിഞ്ഞാ? ഇവിടെ വാ, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. വാ. കൂടെ ആരും ഇല്ലെങ്കിൽ അന്നേരം എണീക്കണം അല്ലേ? കുറച്ചു നേരം കൂടെ ഉറങ്ങിക്കൂടാ അല്ലേ? കറക്റ്റ് സമയത്ത് 3 നേരം 4 നേരം ഫുഡ് വരും അല്ലേ? അതിന് മാത്രം ഒരു കുറവില്ല. ആണോ? എന്തൊക്കെയുണ്ട് ചേട്ടാ? കാണിച്ച പ്ലേറ്റിംഗ് എടുത്ത്. ഹലോ, ഇത് കണ്ടോ? നോക്ക് എന്തോരം നദികളാ. ഓ ഹലോ. ആ എന്താ ഹലോ? കുടിക്ക്. ഇത് ബിക്കാജി ചിവട. ഇതും നോർത്ത് ഇന്ത്യൻ ആട്ടോ, എല്ലാം നോർത്ത് ഇന്ത്യൻ സാധനങ്ങളാണ്. ഇതെന്തോന്ന്? അല്ല, ഇതിപ്പോ ഉണ്ടാക്കിയാ തുറന്നു നോക്കിയേ. കച്ചോറി ആണോ ഇത്? ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കശുവണ്ടിയും മറ്റേ ബദാമും സോൾട്ടഡ് നട്ട്സ്, പിന്നെ പ്രോട്ടീൻ ബാർ, പിന്നെ ഒരു സാൻഡ്വിച്ച്, വെൽക്കം സ്വാഗതം സാൻഡ്വിച്ച്. ഇത്രയും സാധനങ്ങളുണ്ട്. ഇതാണ് ചായ. ഇനി ചായം വരും. ചായ ഓൾറെഡി അവിടെ ഉണ്ട്. ഇവിടെ പരിപാടി, ഇവിടെ കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലം ഉള്ളതുകൊണ്ട് മുമ്പിൽ ഇവിടെ പിള്ളേരെല്ലാം കൂടെ കളിയാണ്. ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. ഇവിടെ പനവേൽ അകത്ത് പോട്ടോ, അകത്ത് പോയി കളിക്കട്ടോ. അങ്ങനെ ഞങ്ങൾ മുംബൈ ഭാഗത്തെത്തിയിരിക്കുകയാണ്. പനവേൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. പനവേൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഫുൾ കച്ചറയും കാര്യങ്ങളൊക്കെയാണ്. എന്ത് കച്ചറയാണെന്നൊക്കെ ഇവിടെ എല്ലാം ഈ പട്ടിയും കൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ സ്റ്റേഷൻ ആകുമ്പോഴത്തേക്കിനും പുറത്തിറങ്ങും ഈ പട്ടീനെ നടത്താനായിട്ട്. രാജധാനി എക്സ്പ്രസ് ഈ ലോക്കോ തുഗ്ലക്കാബാദിൻ്റെ ലോക്കോ തന്നെയാണ് നമ്മൾ തിരുവനന്തപുരം മുതലങ്ങ് ഡൽഹി വരെ പോകുന്നത്. ഇതിനിവിടെ കുറേ നേരം സ്റ്റോപ്പുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഫുൾ കാർക്കിച്ച് തുപ്പി വൃത്തികേടാക്കിയിട്ട് അലമ്പാക്കി എല്ലായിടത്തും കാർക്കിച്ച് തുപ്പലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ്. നമ്മുടെ കേരളത്തിലെ സ്റ്റേഷനുകളാണ് അടിപൊളി മൊത്തത്തിൽ. ഇവർ ഈ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് പ്ലാറ്റ്ഫോമിൽ ഇടുന്നത്. നോക്കി, പ്ലാറ്റ്ഫോമിലാണ് എല്ലാ വേസ്റ്റും കിടക്കുന്നത്. പനവേൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മുംബൈയിലെ ഈ ലോക്കൽ ട്രെയിനുകളൊക്കെ കാണാൻ സാധിക്കും. ഈ ഇങ്ങനത്തെ ലോക്കൽ ട്രെയിനുകൾ ചേട്ടാ, ഞങ്ങൾ ലോക്കോ കാണാൻ പോയി. ഫ്രണ്ടിലെ ലോക്കോ പൈലറ്റിനോട് ഹലോ പറഞ്ഞു, RPF-നോട് ഹലോ പറഞ്ഞു. അപ്പഴത്തേക്ക് ഹോൺ അടിച്ചു, പേടിച്ചു പോയി. എന്നിട്ട് ഞങ്ങൾ ഓടി വന്ന് ഞങ്ങൾ പുറത്തായേനെ. ഇപ്പൊ RPF-നോട് ഹലോ പറഞ്ഞു. ഹലോ ഏതാ ലോക്കോ? ആണോ? ഇന്നും ടൊമാറ്റോ സൂപ്പ് ആണോ? ഓ, എല്ലാ ദിവസവും ടൊമാറ്റോ സൂപ്പ് തന്നെയാണോ? നമ്മൾ ആദ്യം അറിയത്തില്ല, ഏതോ ഒരു സ്റ്റേഷനിലേക്ക് കൊണ്ട് വണ്ടി നിർത്തിയിരിക്കുക. നമ്മൾ മഹാരാഷ്ട്രയിൽ മുംബൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് ഇനി 130 ആണ് സ്പീഡ് ലിമിറ്റ്. 130 വസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 130 ആണ് സ്പീഡ് ലിമിറ്റ്. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ നമുക്ക് മറ്റേ ബുള്ളറ്റ് ട്രെയിനിന്റെ പില്ലേഴ്സ് ഒക്കെ കാണാൻ പറ്റുമെന്ന് അഭി പറഞ്ഞായിരുന്നു. പക്ഷെ രാത്രിയായി ഒന്നും കാണാൻ പറ്റുന്നില്ല. ബുള്ളറ്റ് ട്രെയിനിന്റെ വർക്ക് നടക്കുകയല്ലേ മറ്റേ അഹമ്മദാബാദ് റൂട്ടിലേക്കുള്ള. അപ്പോൾ സൂപ്പ് വന്നു, 3 നേരം കൃത്യമായിട്ട് വരുന്ന ഭക്ഷണം. ശരിക്കും ഉണ്ടല്ലോ സേന. നമുക്കൊരു കാര്യം അറിയോ, നമ്മൾ എത്ര നാളിന് ശേഷമാണ് നമ്മൾ 3 പേരും ഒരു, അതായത് ഇത്ര അടുപ്പിച്ചിരിക്കുന്നത്. അതാണ് ഈ ട്രെയിൻ യാത്രയുടെ മറ്റൊരു ഗുണം. അതായത് ഈ മുറിക്ക് അത് കഴിഞ്ഞ എത്ര മണിക്കൂറായി നമ്മളിപ്പോൾ കയറിയിട്ട് 24 മണിക്കൂറായി. കറക്റ്റ് 24 മണിക്കൂറായിട്ട് നമ്മൾ ഈ ട്രെയിനിൽ ഒരുമിച്ചിരിക്കുകയാണ്. നമ്മൾ 3 പേരും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും. ശരിക്കും ഈ റോഡ് ട്രിപ്പുകളിലും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ട്രെയിൻ യാത്രകളിലുമായിരിക്കും നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മിങ്കിൾ ചെയ്തിരിക്കുന്നത്. നമ്മള് വീട്ടിൽ പോലും ഇരിക്കത്തില്ല ഇങ്ങനെ, അല്ലേ? വളരെ കുറവല്ലേ ഇരിക്കുന്നത്. പലരും പല വഴിക്കായിരിക്കും. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ടൈം കിട്ടത്തില്ല. ആഹാ, അടിപൊളി ടൊമാറ്റോ സൂപ്പ് എന്നൊക്കെ പറഞ്ഞ് കുടിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഭയങ്കര സന്തോഷമാണ്. ഹീസ് നോട്ട് ഏബിൾ ടു ഡു വർക്ക്. റേഞ്ച് ഇല്ല ഗൈസ്. ഇപ്പം പനവേലൊക്കെ കഴിഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും നെറ്റ്വർക്ക് ഒക്കെ ഇട്ട് തുടങ്ങിയത്. കൊങ്കൺ ഭാഗത്ത് റേഞ്ച് ഭയങ്കര കുറവാണ്, കാരണം മൊത്തം ടണൽസ് അല്ലേ. രാത്രി 7 മണി ആയപ്പോഴത്തേക്കിനും ഒരു കാമൻ റോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ട് ട്രെയിൻ നിർത്തിയിട്ട് ഇപ്പം ഏകദേശം 1 മണിക്കൂറായി. ഇത് ഇതുവരെ വിട്ടിട്ടില്ല. എന്താ അവസ്ഥ എന്നറിയില്ല. ആൾക്കാരൊക്കെ ട്രെയിനിൽ നിന്ന് എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഹലോ ഋഷി, എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താ ആർക്കറിയാം. എനിക്ക് 2 കൊളാകത്ത് വേറെ എന്തോ ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ലല്ലോ. ഋഷിയാണെ കുറച്ചൊക്കെ മടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചോണ്ടിരിക്കുകയാണ്. എന്തുവാടാ? ഞങ്ങളിപ്പോ ഇവിടെ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ട് 1 മണിക്കൂറായില്ലേ. അഭി വിളിച്ചായിരുന്നു. ഇവിടെ മുമ്പില് ഇത് പൽഗറോ അങ്ങനെ എന്തോ പറഞ്ഞ സ്ഥലമുണ്ട്, പാൽഗർ. അവിടെ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ മുകളിൽ കമ്പി പൊട്ടി വീണു. അതായത് ഓവർ ഹെഡ് എക്യുപ്മെന്റ് ഉണ്ടല്ലോ, മറ്റേ OH ലൈന്, അതായത് മേളിൽ മറ്റേ വൈദ്യുതി ലൈൻ. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ മുമ്പിൽ കമ്പി പൊട്ടി വീണ് വൈകിട്ട് 7 മണിക്ക് സംഭവിച്ചാണ്. ഇപ്പം സമയം 8:30 അപ്പോൾ അവരവിടെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേറെ അതിന്റെ ആൾക്കാർ, എഞ്ചിനീയർമാരെല്ലാം വന്ന് അവിടെ കമ്പി തിരിച്ച്, അതായത് പോസ്റ്റ്, നമ്മുടെ വീടിന്റെ അടുത്തുള്ള പോസ്റ്റിൽ മരം വീണ് പോസ്റ്റിന്റെ കമ്പി പൊട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കറണ്ട് പോയില്ലേ, അതേപോലെ ഇപ്പൊ കറണ്ട് പോയി കിടക്കുകയാണ്. അപ്പോൾ ഇനി അത് കറണ്ടൊക്കെ റെഡിയാക്കി കമ്പിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞാലേ പോവുള്ളൂ. എതിർ സൈഡിൽ വണ്ടി പോകുന്നുണ്ട്. അങ്ങോട്ടുള്ള വണ്ടികളെല്ലാം പല വഴിക്കായിട്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി വസായി റോഡ് എത്തിയിട്ടില്ല. വസായി റോഡ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു സ്റ്റേഷനിലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും ഈ മുംബൈ ഡൽഹി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള പാൽഘർ. അതെ. അപ്പോൾ ഈ മുംബൈ ഡൽഹി എന്ന് പറയുന്നത് നല്ല തിരക്കുള്ള റൂട്ടാണ്, അത്യാവശ്യം നല്ല തിരക്കുള്ള റൂട്ടാണ്. അപ്പോൾ ആ തിരക്കുള്ള റൂട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. സോ വി ആർ അഫക്റ്റഡ്. അത് പറയാണ് വീഡിയോ ഒക്കെ ടൈറ്റിലായി, കമ്പി പൊട്ടി ട്രെയിൻ വൈകി ദുരിതയാത്ര. അല്ലേ തന്നെ ഇവിടെ ദുരിതയാത്രയാ. പിള്ളേർക്കൊക്കെ ഇരുന്ന് മതിയായി, ഋഷിക്കും മതിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. മതിയായി. ഇത് മിക്കവാറും ഉച്ച കഴിയാനുള്ള ലക്ഷണമൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്റെ ഉദ്ദേശം എന്താണെന്നറിയോ, ഈ ട്രെയിൻ യാത്ര ഞാൻ പറഞ്ഞത് ഇതിലിരുന്ന് അവൻ വെറുത്തിട്ട് ട്രെയിൻ വന്നു. ഋഷ, ഡൽഹി എത്തണോടാ? ഡൽഹി പോണോടാ? ഡൽഹി പോണോ? എപ്പോ എത്തണം ഡൽഹിയില്? അവിടെ തിരക്കാ, അവിടെ കൂട്ടാണ് കുറെ പിള്ളേരെ കൂട്ടി. സെക്കൻഡ് ആയപ്പോഴത്തേക്കിന് ഇപ്പൊ എല്ലാം ഇത് ഓരോ ബെഡ്റൂം ആണല്ലോ, ഒരു ഹോട്ടൽ മുറി പോലെ ആണല്ലോ. പല റൂമുകളിലെ ആൾക്കാർ ഇപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനിയായി, എല്ലാരും പുറത്താണ്, പിള്ളേരും പുറത്താണ്. ഒരു കട പോലും ഇല്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ നിർത്തിയിട്ടിരിക്കുന്നത്. കമാൻഡ് റോഡ് എന്ന് പറയുന്നത് ഒരു കട പോലും ഇല്ല. പിന്നെ നമുക്ക് ട്രെയിനിൽ ഫുഡൊക്കെ കിട്ടുന്നുള്ളതുകൊണ്ട് പ്രശ്നമില്ല, എന്നാലും ഒരു വിജനമായ ഒരു സ്ഥലം. ഗൈസ്, ഇത് കണ്ടോ, ശ്വേത ആദ്യമായിട്ട് സോളോ ഇന്റർവ്യൂ കൊടുത്തു. അതായത് ഒറിജിനൽസ് വീണ ചേച്ചിയുടെ ചാനലിൽ ശ്വേത ആദ്യമായിട്ട് സോളോ ഇന്റർവ്യൂ കൊടുത്തു. ശ്വേത, കൺഗ്രാറ്റുലേഷൻസ്. ശ്വേതയുടെ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരുന്ന് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ട്രെയിൻ ഇതുവരെ വിട്ടിട്ടില്ല. അപ്പോ ട്രെയിൻ വിടാത്തതുകൊണ്ട് നമുക്ക് ഫുഡ് ഓൺ ടൈം ആണല്ലോ. അത് മാത്രം ഓൺ ടൈമാ അല്ലേ ശ്വേത? ഫുഡൊക്കെ ഓൺ ടൈമാ, അത് മാത്രം കറക്റ്റ് സമയത്ത് കൊണ്ട് തരുന്നുണ്ട്. ഇന്നെന്താ കറിയൊക്കെ? ഇതെന്ന് ഉച്ചക്കത്തെ സെയിം മെനു ആണ് അല്ലേ? ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ സബ്ജി വ്യത്യാസമുണ്ട്. ഇത് കിഴങ്ങും ക്യാരറ്റും പിന്നെ മുരിങ്ങയ്ക്കയും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ് വ്യത്യാസം. പിന്നെ പരിപ്പ് കറി, തൈര്, ചപ്പാത്തി, ചോറ്, ചിക്കൻ കറി. സെയിം സാധനം. ചിക്കൻ വേണോ? തരുവേ, അമ്മ തരുവേ. അത് മറ്റേ ഉരുളക്കിഴങ്ങ്, പൊട്ടാറ്റോ, ചോറ്. രാവിലത്തെ പോലെ തന്നെ ഉച്ചക്കത്തെ പോലെ തന്നെ ഫുഡ് ഓക്കെയാ, നല്ല ഇഷ്ടം. നമ്മുടെ ട്രെയിൻ വസായി റോഡ് സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. എത്രയെന്ന് പറയും?
നാളെ രാവിലത്തെ വരെ 1145 രൂപ. ഋഷിയുടെ ഫുഡിനാണ്. അപ്പൊ കുട്ടികൾക്ക് ഭക്ഷണം ഫ്രീ ഇല്ലെന്ന് ചോദിച്ചാൽ അവരോട് बच्चों को फ्री नहीं है जी मैम, पूरी थाली नहीं खा के ऑर्डर नो फूड चलता है ना अभी सो. എന്താണ് പറഞ്ഞത്? ഫുഡ് ഇല്ലെന്നോ ഋഷിക്ക്? ബേസിക്കലി സാധാരണ ബേസിക് ആയിട്ടുള്ള മീൽസേ ഉള്ളൂ. അതായത് ഫുൾ മീൽസ് ഇല്ല. അതായത് ചോറ് മാത്രം തരും. ചോറും പരിപ്പ് കറിയും ഒരു തോരനും. അപ്പം ബാക്കി നമ്മളെല്ലാം കൂടെ ഫുൾ മീൽസ് ചോദിച്ചത് കൊണ്ടാണ് അവര് പൈസ വാങ്ങിച്ചത്. സമയം ഇപ്പൊ രാത്രി 10:45. നമ്മുടെ ട്രെയിൻ ഇപ്പൊ ഏകദേശം 2.5-3 മണിക്കൂർ ലേറ്റ് ആണ്. നമ്മളിപ്പോ വസായി റോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ ഭയങ്കര തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞാൽ നോക്കി, നമ്മുടെ ട്രെയിൻ ഇപ്പൊ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഏകദേശം ഒരു മണിക്കൂറിന് മേലെയായി. സമയം ഇപ്പോൾ രാത്രി 11:30 മണിയായി. വസായി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കൊണ്ടിട്ടിട്ട് ഇപ്പോൾ ഒരു 2 മണിക്കൂറിന് മേലെയായി. ഇതുവരെ അവിടെ നിന്ന് വിട്ടിട്ടില്ല. നമ്മൾ അവിടെ നിന്ന് ഇവിടെ കൊണ്ട് വിട്ട് വസായിൽ ട്രെയിൻ ഇതുവരെ വിട്ടിട്ടില്ല. സ്റ്റോപ്പ് ചെയ്തിരിക്കുക. മറ്റേ കമ്പി പൊട്ടിന്ന് പറഞ്ഞില്ല അപ്പാ? അത് കഴിഞ്ഞ് വിട്ടിട്ടില്ല. ഉറങ്ങ്. ഇനിയിപ്പോ നാളെ എപ്പോഴാണ് ഇപ്പൊ ഇവിടെ എന്താണെന്ന് അറിയത്തില്ല. ശേതാ റിസ്ലബേ എവിടെ? താഴെ കിടക്കാൻ പറ്റത്തില്ല. ഇവിടെ കിടന്നാൽ മതി. അപ്പൊ ഞങ്ങൾ ഉറങ്ങട്ടെ. ദിസ് ഇസ് അവർ സെക്കൻഡ് നൈറ്റ് ഇൻ രാജധാനി. രാജധാനിയിലെ 2ാമത്തെ രാത്രിയാണ് ഇന്ന് രാവിലെ. ഇനി നാളെ രാത്രി കൂടെ കിടക്കേണ്ടി വരുമോ ചേതാ? എനിക്കറിയത്തില്ല എന്താണോ. ട്രെയിൻ ലൈറ്റ് ആയ ഫുഡ് കിട്ടുമായിരിക്കും. നോക്കാൻ പോയത്തെ അവസ്ഥ എന്നുള്ളത്. സമയം 12:30 ഉറങ്ങാൻ കടന്ന ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോകാൻ വേണ്ടി എണീറ്റ് വന്നതാണ്. ഇപ്പോൾ ഇവിടെ വീണ്ടും ഈ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ കാത്തിരിക്കുന്നു. ട്രെയിൻ പോയിട്ടില്ല. നമ്മളിപ്പോഴും വസായി റോഡിൽ തന്നെയാണ്. ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി പോയതാണ്. പുറത്ത് പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ ഇരിക്കുന്ന കണ്ട കഷ്ടം തോന്നുന്നു ശ്വേതാ. നീ ഒന്ന് നോക്ക്. അപ്പുറത്ത് കുറെ രാജധാനി എതിർദിശയിൽ വരുന്നുണ്ട്. ഈ ഭയങ്കര തിരക്കുള്ള റൂട്ടാണിത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ട്രെയിനുകൾ. അതായത് ഈ ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം ട്രെയിനുകൾ ഈ മുംബൈ ഭാഗത്തുനിന്ന് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ആ റൂട്ടിലാണ് ഈ പ്രശ്നം പറ്റിയിരിക്കുന്നത്. നമുക്കെപ്പോഴും രാജധാനി കയറി ഇത് തന്നെയല്ല അവസ്ഥ. നമ്മൾ കഴിഞ്ഞ അവിടെ കയറിയപ്പോൾ ഒരു ദിവസമല്ലേ ലേറ്റ് ആയത്? അന്നും ലേറ്റ് ആയിരുന്നു, ഇന്നും ലേറ്റായി. എനിക്കിതുവരെ രാജധാനി ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. എന്താല്ലേ ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ ആ ഒരു റെയിൽവേ സിസ്റ്റത്തിൻ്റെ പ്രശ്നം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ട്രെയിൻസ് റിലയബിൾ അല്ലാത്തതെന്നും പറഞ്ഞുകൊണ്ട് ഞാനും അബിയും കൂടെ ഒരു പോഡ്കാസ്റ്റ് ഞങ്ങളുടെ പോഡ്കാസ്റ്റ് ചാനലിൽ ചെയ്തായിരുന്നു. നിങ്ങളത് കണ്ടു നോക്കുക. അത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അവിചാരിതമായിട്ടുണ്ടാകുന്ന ആക്സിഡൻസ് ആണല്ലോ, ഇൻസിഡൻറ്റുകൾ കാരണമാണ് ഇപ്പോൾ ട്രെയിൻ ഡിലേ ആയിരിക്കുന്നത്. നാളെ നമുക്ക് ഓൾഡ് ഡൽഹി പോകാനൊക്കെ ഉള്ള പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വരും. മിക്കവാറും നാളെ വൈകിട്ട് നമ്മൾ ഡൽഹി എത്താൻ സാധ്യതയുള്ളൂ. എന്തായാലും ഉറങ്ങാൻ പോകണം. ട്രെയിൻ വിടുമ്പോൾ വിടും, എത്തുമ്പോൾ എത്തും. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മളെ രാജധാനി യാത്രയുടെ 3ാമത്തെ ദിവസം. ഇനി എത്ര ദിവസം ഇതിനകത്ത് ഇരിക്കേണ്ടി വരും എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇന്ന് നമ്മൾ രാവിലെ 11:30 ഡൽഹി എത്തേണ്ടതാണ്. പക്ഷേ വി ആർ അഗെയിൻ സക്സസ്ഫുൾ. 12 മണിക്ക് എത്തേണ്ടതാണ്. വി ആർ സക്സസ്ഫുള്ളി റണ്ണിങ് ലേറ്റ് ബൈ 5 hours ബിക്കോസ് ഓഫ് ദ കമ്പി പൊട്ടൽ. അപ്പോൾ രാവിലെ എണീറ്റ് 8 മണിയായപ്പോഴാണ് എണീക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. 8 മണിയായി. 8 മണിയായപ്പോൾ എണീറ്റ് വെറുതെ എത്ര മണിക്കൂറാണ് ലേറ്റ്? 5.5 മണിക്കൂർ ലേറ്റ്. അതായത് നമ്മൾ രാവിലെ ഗുജറാത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഞാൻ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും ഗോദ്ര എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഉള്ളത്. ഗോദ്ര വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് രത്ലം കഴിഞ്ഞിട്ട് പിന്നെ കോട്ടയം കൂടെ സ്റ്റോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ന്യൂഡൽഹി. പണ്ട് ഈ ട്രെയിൻ രത്ലം ടു ന്യൂഡൽഹി നോൺ സ്റ്റോപ്പ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം 6 മണിക്കൂർ. പിന്നെ ഇപ്പോൾ അതിനിടയ്ക്ക് ഒരു ഹോൾട്ട് കൊടുത്താണ്, സ്റ്റോപ്പ്. ഹലോ, ഗുഡ് മോർണിംഗ്. ട്രെയിനിലിരുന്ന് മടുത്തോ? ട്രെയിനിലിരുന്ന് മുറിക്കാത്തിരുന്ന് മടുത്തവന്. ഇനി അവൻ പറയൂല ഈ റൂട്ടിൽ ടണലൊന്നും ഇല്ല കേട്ടോ. ഇവിടെ മഴയാട്ടോ. ഗുജറാത്തിൽ ഈ ഭാഗത്തൊക്കെ കൊങ്കൺ കഴിഞ്ഞു. ഇവിടൊക്കെ മഴ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ കുളിക്കാതെ കണ്ട് ഇത്രയും നേരം ഇരുന്ന് അവസ്ഥ എൻ്റെ അപ്പോൾ നരച്ചു വയ്ക്കും. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ അവിടെ കുളിക്കാനുള്ളതല്ല സെറ്റപ്പ് ഉണ്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ ട്രെയിൻ രത്ലം എത്തിയിരിക്കുകയാണ്. രാവിലെ 3:45 വന്ന് 4 മണിക്ക് പോകുന്ന ട്രെയിനായിരുന്നു. ഇപ്പോൾ 9 മണിയായി. രത്ലം ഇത് കണ്ടോ, നമ്മുടെ ട്രെയിനിൻ്റെ സ്പീഡ് കണ്ടില്ലേ? 127, 130 ആണ് ഇവിടെ സ്പീഡ് ലിമിറ്റ്. 130-ലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
ഈ ഒരു സ്ട്രെച്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ് 130 സ്പീഡ് ലിമിറ്റ് ഉള്ള സ്ട്രെച്ചാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്ന 130 ആണ്. ഗതിമാൻ എക്സ്പ്രസ് 160 പോകുമായിരുന്നു. ഇപ്പോൾ അതും സ്പീഡ് കുറച്ച് 130 ആക്കി എന്നാണ് തോന്നുന്നത്. അത് മറ്റേ ഡൽഹി ആഗ്ര റൂട്ടിൽ. ആസ് യൂഷ്വൽ 3 നേരം കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭക്ഷണം വന്നിരിക്കുകയാണ്. ഇന്ന് ഓംലെറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓംലെറ്റും പിന്നെ കട്ട്ലറ്റും. ഫ്രൂട്ടി അല്ല, അതെ ഫ്രൂട്ടിയുടെ ചാത്തനാ അത്. നമുക്ക് ശരിക്കും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തുമ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കിട്ടാണ്ടാട്ടതാണ്. ഇന്ന് കിട്ടുമോ? കിട്ടുമായിരിക്കും അല്ലേ? ഇല്ല എന്ത് ചെയ്യും? കാരണം ഇതിന് വേറെ ഇവിടെ സ്റ്റോപ്പും ഇല്ല. അറിയത്തില്ല, കിട്ടുമായിരിക്കും. ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ഫുഡ് തരും എന്നാണ് വിചാരിക്കുന്നത്. ലെറ്റ്സ് സീ. കുട്ടികൾ രാവിലെ അവിടെ കളി തുടങ്ങിയിരിക്കുകയാണ്. നാല് പിള്ളേരുണ്ട്. എന്തോ കിട്ടാപ്പി, ഹായ്, ഹലോ. നാലും കൂടെ അവിടെ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മുടെ ട്രെയിൻ ഇങ്ങനെ 130 എന്നും പറഞ്ഞുകൊണ്ട് നോൺ സ്റ്റോപ്പ് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു സ്റ്റോപ്പും കൂടെ ഉണ്ട് നമുക്ക് ഡൽഹി എത്തുന്നതിന് മുമ്പായിട്ട്. ഇല്ല, 130 മാക്സിമം സ്പീഡ്. ഇനി കുറയത്തില്ല, ഇനി ഓടി പിടിക്കാനില്ല. കാരണം ഇത് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. സ്റ്റോപ്പും ഒറ്റ സ്റ്റോപ്പേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഉച്ചയ്ക്ക് 12:30 എത്തേണ്ടത് മിക്കവാറും 5 മണിയാകുമ്പോഴേ എത്തുള്ളൂ. ഞാനാണെങ്കിൽ ഡൽഹി പോയിട്ട് ഓൾഡ് ഡൽഹിയിലേക്ക് ഒന്ന് പോയി CP-യിലേക്ക് ഒന്ന് ഇറങ്ങി ഒരു വീഡിയോയും കൂടെ ചെയ്യാനൊക്കെ കരുതിയാണ്. എനിക്കൊരു വീഡിയോ കൂടെ നഷ്ടം. കോട്ട എത്തി നമ്മൾ. കോട്ട ഒരു പഴയ സ്റ്റേഷനാണ്, പഴയ പഴഞ്ചൻ സ്റ്റേഷൻ. ചില്ലൊക്കെയാണ് ഫുൾ ചെളിയായി. ഓ, ഇവിടെ കളിയും ബഹളവും. ആ ഹലോ. അടുത്ത സ്റ്റോപ്പാ ന്യൂഡൽഹി. ഇവിടെ നിന്ന് ഒരു 5-6 മണിക്കൂർ എടുക്കും ഇനി. നമ്മുടെ ട്രെയിൻ കോട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കോട്ട റെയിൽവേ സ്റ്റേഷൻ. അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ കാണാം നമ്മുടെ മുമ്പിൽ. ഇവിടെ എല്ലാം പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിന് എന്ത് മാറ്റമെന്നറിയോ? ഫുൾ ഭയങ്കര വാടയാണ്. ഭയങ്കര എന്തൊക്കെയോ ബാഡ് സ്മെല്ലൊക്കെയാണ് പ്ലാറ്റ്ഫോമിലേക്ക് പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും. ട്രെയിനിനകത്ത് മോശമൊന്നുമില്ല. പട്ടികളെയും കൊണ്ട് ആൾക്കാർ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് പുറത്ത്. ഇവിടെ ട്രെയിനിൽ ഇനി ഫുഡ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് ഉച്ചയ്ക്ക്. എന്തെങ്കിലും വാങ്ങിക്കണം ഇവിടുന്ന്. ഇതുകൊണ്ട് ഇവിടെ റെഡ് ഫ്ലാഗൊക്കെ വെച്ച് ലോക്കോ ഇവിടെ നിർത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ ആരെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ മൊത്തത്തിൽ മഴയാണ് കേട്ടോ. ഇവിടെ എല്ലാം മഴയാണ്. മധ്യപ്രദേശ് വരെ മഴയാണ്. എന്താ സംഭവം എന്നറിയില്ല. ഞാൻ പുറത്തെന്തെങ്കിലും വാങ്ങാമെന്നൊക്കെ കരുതി ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടെ പുറത്തിറങ്ങിയിട്ട് ഇവിടുത്തെ സ്മെല്ല് കാരണം എനിക്കൊന്നും വാങ്ങാൻ തോന്നിയില്ല. വെള്ളമൊക്കെ തുറന്ന് വിടുന്നുണ്ടല്ലേ പ്ലാറ്റ്ഫോമിലേക്ക്. ഐ ഡിഡ്ന്റ് ബൈ എനിത്തിങ്. അവിടെ ഒന്നാമതൊന്നും ഇല്ല. പിന്നെ എനിക്ക് പുറത്തിറങ്ങിയിട്ടൊന്നും വാങ്ങാൻ തോന്നിയില്ല. സോറി. ഞാൻ അവിടെ പോയി നോക്കി, അവിടെ ഒന്നും കാണുന്നില്ല. അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നൊന്നും കാണുന്നില്ല. ശരിക്കും 2 മണിക്കൂറിൽ കൂടുതൽ ഈ ട്രെയിനുകൾ ഡിലേ ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണം തരണമെന്നാണ്. ഇപ്പം സമയം ഇപ്പോൾ 1 മണിയായേ. നമ്മുടെ ട്രെയിൻ 4 മണിക്ക് ഡൽഹി എത്തുള്ളൂ. ഇതിനിടയ്ക്ക് 4 മണി 4:30 ആകുമ്പോഴാണ് ഡൽഹി എത്തുന്നത്. അതിനിടയ്ക്കാണെങ്കിൽ വേറെ സ്റ്റോപ്പും ഇല്ല. അപ്പോൾ സ്റ്റോപ്പിൽ എന്ത് ചെയ്യും? നമുക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഫുഡ് വന്നില്ല ഞാൻ ചെയ്യും വലിക്കും, എന്തെങ്കിലും ചെയ്യും, കത്തറാക്കും. ഫുഡ് തരുമായിരിക്കും. തരണമെന്നാണ്. എന്താണ് സമയം ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ്. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്. ഇവരിതുവരെ ഫുഡൊന്നും കൊണ്ട് തന്നിട്ടില്ല. തരുന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇന്ന് വേറെ ചോദ്യം പറച്ചിലൊന്നുമില്ല. ഇനിയിപ്പോൾ തരുന്നതൊക്കെ ഔദാര്യമാണ് അല്ലേ? അതിന് 2.5 കൊണ്ട് തന്നുള്ളൂ. എന്നിട്ട് ഒരെണ്ണം കൂടെ വേണമെന്ന്. പിന്നെ ഇവനെന്ത് കഴിക്കും? അപ്പോൾ 2 വെജ് ബിരിയാണി കൊണ്ട് തന്നിരിക്കുകയാണ്. അപ്പം അച്ചാറും ഉണ്ട്. വേറെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം അതല്ലേ. ഇതാണ് വെജ് ബിരിയാണി. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ല അവരുടെ ആ ഒരു സംഭവങ്ങളൊക്കെ തീർന്ന് കാണും. ഇവിടെ ഉണ്ടാക്കുന്നതായിരിക്കത്തില്ലേ ട്രെയിനിൽ. അപ്പോൾ വെജ് ബിരിയാണി, പിന്നെ ഇതെന്താണ് പരിപ്പ് കറി, അച്ചാറ്, പിന്നെ നമുക്ക് തേങ്ങാ ചമ്മന്തി ഉള്ളതുകൊണ്ട് അതും കൂടെ വെച്ച് കഴിക്കാം. പരിപ്പ് കറി ആ ഫോണിൽ വന്നേ കഴിക്കാം കേട്ടോ. ഉറങ്ങാം കുറച്ചു നേരം. ഞാൻ ഡൽഹി എത്തുമ്പോൾ വിളിക്കാം. ഉറങ്ങണം. ചൂടാ പുറത്ത്, ഭയങ്കര ചൂടാ. ഇപ്പം മഴയൊക്കെ നിന്ന് ഈ ഗ്ലാസ്സൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അതുപോലെ ചൂട് വരുന്ന രീതിയിലായി. അതുപോലെ ചൂടാ. ഇനി എത്തുമോ ഇപ്പോഴെങ്ങാനും ഡൽഹി? എപ്പോൾ എത്തും? 4 മണി കഴിയുമെന്നാ പറയുന്നത്. എന്തൊക്കെ പ്ലാനായിരുന്നു. ഡൽഹിയിൽ പോകണം, ഓൾഡ് ഡൽഹി പോകണം, വീഡിയോ എടുക്കണം, ജൻപത് നഗർ പോകണം, സരോജിനി മാർക്കറ്റ് പോകണം. എന്തൊക്കെ പ്ലാനുകളായിരുന്നു. താങ്ക് യു ഇന്ത്യൻ റെയിൽവേ ഫോർ സ്പോയിലിംഗ് അവർ പ്ലാൻസ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ ഡൽഹി ഔട്ടറിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ നിസാമുദ്ദീൻ വരെയാണ് നമ്മുടെ വണ്ടി പോകുന്നത്. ഇതിപ്പോൾ നിസാമുദ്ദീൻ എത്തിയിട്ടില്ല, വേറെ എവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു റൂട്ടുണ്ടല്ലോ, ഇത് ശരിക്കും ആഗ്ര ഡൽഹി റൂട്ടാണ്. ഇവിടെ 3 ലൈൻ റെയിൽവേ പാതയുണ്ട്. അതായത് 2 ലൈൻ പാസഞ്ചർ ട്രെയിനുകൾക്ക്, 1 കാർഗോ ട്രെയിനുകൾക്ക് പോകുന്നതിന് വേണ്ടി മാത്രം നിർമ്മിച്ച റെയിൽവേ റൂട്ടൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. ഭയങ്കര ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റൂട്ടാണ്. ഭാവിയിൽ ബുള്ളറ്റ് ട്രെയിനൊക്കെ വരുമ്പോഴത്തേക്കിനും മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ കഴിഞ്ഞിട്ട് പിന്നെ മിക്കവാറും വരാൻ സാധ്യതകൾ ഇവിടെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ തുഗ്ലക്കാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഈ തുഗ്ലക്കാബാദ്
ലോക്കോ ഷെഡിലെ ലോക്കോ ആണ് നമ്മളുടെ ട്രെയിനിൻ്റെ ലോക്കോ എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ തുഗ്ലക്കാബാദ് കണ്ടു കാണും. അവരാണ് അത് കൈ കാണിക്കുന്നത്. ആൾക്കാരൊക്കെ കൈ കാണിക്കുന്നത് കണ്ടോ? ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കിനും. ഏത് വണ്ടിയാടാ? അത് ഗോവ വാസ്കോയിലേക്ക് പോകുന്ന വണ്ടിയാ, ഗോവയിലേക്ക് പോകുന്ന വണ്ടിയാ. ചെരുപ്പിടാ, വണ്ടി എത്തി, സ്റ്റേഷനിൽ ഇറങ്ങണ്ടേ, പോണ്ടേ? ആ ചെരുപ്പിട്. അങ്ങനെ ഫൈനലി നമ്മൾ എത്ര മണിക്കൂർ ഇരുന്ന് ചെയ്താ? 45 hours, 45 മണിക്കൂർ ഞങ്ങൾ ഈ ട്രെയിനകത്തിരുന്ന് കേസ് വെറുത്തുപോയി. രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വെറുത്തുണ്ട തുടങ്ങിപ്പോയി. ഒന്നാമത് ഈ ട്രെയിനകത്ത് ഇത് പഴയ കോച്ച് വാട വൃത്തികെട്ട സ്മെല്ലും സംഭവം, ഒരു ഹൈജീനിക് ഫീല് കിട്ടുന്നില്ല മൊത്തത്തില്. ആകെയുള്ളൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ആ ചേട്ടൻ വന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു. ആ ചേട്ടൻ വന്ന് കുറച്ച് മുമ്പ് വന്നപ്പോഴത്തേക്കിനും ചേട്ടൻ ഇവരെല്ലാരും ഇറങ്ങാറാകുമ്പോഴത്തേക്കിനും പൈസ ചോദിക്കും. ഞാൻ പറഞ്ഞല്ലോ, ചേട്ടൻ വന്ന് ചോദിച്ചു, 100 രൂപ കൊടുത്തു. ഉമ്മ കൊടുത്ത്. അപ്പൊ നമ്മൾ എത്താറായി. ആ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയും വൃത്തിയായി കിടന്നത്. പിന്നെ ഈ ട്രെയിൻ എത്താറാകുമ്പോഴത്തേക്കിനും ഈ ട്രെയിനിലെ എല്ലാ ജീവനക്കാരും നിങ്ങളോട് വന്ന് പൈസ ചോദിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൈസ ചോദിക്കും. നിങ്ങൾക്ക് കൊടുത്താൽ മതി. ഇപ്പൊ മറ്റേ ബെഡ്ഷീറ്റ് കൊണ്ട് തരുന്ന ആളില്ലേ, ആ ആള് ഞങ്ങൾ ട്രെയിനിൽ വന്ന് കയറിയപ്പം ബെഡ്ഷീറ്റ് കൊണ്ട് തന്നായിരുന്നു. ജൂഡിന്റെ ഫോട്ടോ എടുക്കാം. ഇപ്പൊ തിരിച്ചു പോകാനും ബെഡ്ഷീറ്റ് തിരിച്ചു വാങ്ങിക്കാനായിട്ട് വന്നേ, അയാൾക്ക് പൈസ വേണം. ഞങ്ങൾക്ക് തന്നൊരു പില്ലോ ഷെയർ ഒരു പില്ലോ മാറ്റി തരാൻ പറഞ്ഞിട്ട് ആ പില്ലോ മാറ്റി തന്നില്ല അയാള്. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോഴും ട്രെയിനിൽ നിന്ന് അവസാനം ഇറങ്ങിയപ്പോഴാണ് അയാളെ കണ്ടത്. അയാൾ ബെഡ്ഷീറ്റ് കൊണ്ട് വെച്ചിട്ട് തിരിച്ച് എടുത്തോണ്ട് പോയാനാണ് അയാൾക്ക് കാശ് വേണമെന്ന്. നമ്മൾ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ആ ഭക്ഷണം തന്ന ചേട്ടൻ ഇങ്ങോട്ട് വന്നായിരുന്നു. ആ ചേട്ടന് കൊടുക്കായിരുന്നു കുറച്ച് പൈസ. ആ ചേട്ടൻ കറക്റ്റ് സമയത്ത് ഭക്ഷണം തന്നായിരുന്നു. ആ ചേട്ടന്മാരെയാണ് ഇവിടെ കാണുന്നുമില്ല. അത് എന്റർടൈൻ ചെയ്തോ കൊടുത്തു, ടിപ്സാണ് കൊടുത്തു. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അല്ലെങ്കിൽ എല്ലാവരും കൂടെ വന്ന് പൈസ ചോദിക്കും. ഇനിയിപ്പോൾ ഇറങ്ങാൻ നേരം ആരൊക്കെ എന്തൊക്കെ ചോദിക്കുന്നു എനിക്ക് അറിയത്തില്ല കേട്ടോ. എല്ലാവരും ബൈ പറഞ്ഞു. ട്രെയിനിന്റെ കോച്ചിനോട് ബൈ പറഞ്ഞു, കൂപ്പനോട് പറഞ്ഞോ. ടാറ്റ ട്രെയിൻ എത്താറായി. നമ്മൾ എത്തിയല്ലോ, നിസാമുദ്ദീൻ എത്തിയല്ലോ. എത്ര നേരമായല്ലേ, എത്ര ദിവസമായല്ലേ ട്രെയിനിൽ കയറിയിട്ട്? കുളിച്ചിട്ട് എത്ര ദിവസമായി? ദേഹമൊക്കെ നാറന്ന് കുളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ബാത്റൂമിൽ കയറി കുളിക്കാൻ പറ്റൂല, അവസ്ഥ. താങ്ക് യു പറ ഭയ്യയുടെ. ठीक भैया. അങ്ങനെ നമ്മൾ എവിടെ എത്തി? നിസാമുദ്ദീൻ എത്തി. നിസാമുദ്ദീൻ അവിടെ നിൽക്കേ, ഇറങ്ങട്ടെ. വാ കമോൺ ഇവിടെ നിൽക്കേ. ഓ निकाल दे सामान, निकाल दे रे। हाँ जी, फुली करेंगे सर। വേണോ? ले लेने कितना? एक बार देख लो। हाँ 500 രൂപ. ആ പെട്ടി എടുത്ത് തലയിൽ വെച്ച് നോക്കി, കഷ്ടമുണ്ട്. നമ്മുടെ പെട്ടി കൊണ്ടുപോയി. അതായത് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഭയ്യ നിന്റെ ഭൈ പറയടാ. ठीक है भैया, बिल्कुल देख बाद में. ഋഷിക്ക് ഭയങ്കര കമ്പനി ആയിരുന്നു ആ ചേട്ടന്മാര്. എല്ലാ ടാറ്റ ട്രെയിൻ. അങ്ങനെ നമ്മൾ തലസ്ഥാന നഗരിയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രാവിലെ 11:30 എത്തേണ്ടതായിരുന്നു. എത്തിയപ്പോൾ വൈകിട്ട് 5 മണിയായി എന്നുള്ളതേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. അവിടെ നോക്കിയാൽ ട്രെയിൻ ഹോണടിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി? നമ്മൾ നിസാമുദ്ദീൻ എത്തി. ഹോട്ടലിലേക്ക് പോകാനുള്ള ടാക്സി ബുക്ക് ചെയ്തു. ഇതിപ്പോൾ ഇവിടെ വന്ന് ഹോട്ടലിൽ കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥയായി. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച് ഇന്ത്യൻ റെയിൽവേ ഫോർ എവറിത്തിങ്. നിങ്ങൾ കാരണം നമുക്ക് ഒരു ദിവസം നഷ്ടമായി. എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് നിസാമുദ്ദീൻ സ്റ്റേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ നാളെ നമ്മൾ ഇവിടെ നിന്ന് കത്രയ്ക്ക് പോവാണ്. മറ്റേ ശ്രീ മാതാ വൈഷ്ണോ ദേവി കത്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ രാവിലെ എത്ര മണിക്കാണ് ട്രെയിൻ എന്നറിയാവോ? രാവിലെ 6 മണിക്കാണ് ട്രെയിൻ, വന്ദേ ഭാരത്. അത് 8 മണിക്കൂർ യാത്രയുണ്ട്. ഞങ്ങൾ അങ്ങനെ എറണാകുളം മുതൽ ശ്രീനഗർ വരെ നമ്മൾ ട്രെയിനിൽ യാത്രയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വന്ദേ ഭാരത് യാത്രയാണ് ഇനി. രാജധാനി യാത്ര മതിയായി ഗൈസ്. മതിയായോ നിനക്ക് രാജധാനി? ഇല്ല, അതും മതിയായില്ലെന്നേ പറയുള്ളൂ. ഞങ്ങൾ ആദ്യം പോയി കുളിക്കട്ടെ. ഞങ്ങളെ 3 പേരെ നാറിയിട്ട് വയ്യ ഗൈസ്. അപ്പോൾ സീ യു ഗൈസ് ടുമോറോ വിത്ത് അടിപൊളി വീഡിയോ, അനദർ വീഡിയോ. ബൈ പറ. ഇതിന്റെ തീർന്നില്ല സുഹൃത്തുക്കളെ. അപ്പോൾ ബൈ പറഞ്ഞോ. സീ യു ഗൈസ് ടുമോറോ വിത്ത് അനദർ വീഡിയോ.